നമ്മുടെ കൂടെ ജീവിക്കുന്ന സുഹൃത്തിന്റെ വിഷമങ്ങൾ പൊറുക്കാൻ കഴിയണം, അവന്റെ വിഷമങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം, അവനെ സഹായിക്കാനുള്ള മനസ്ഥിതി വേണം. അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് അവനും ഒരു വിഹിതം കൊടുക്കാനുള്ള തൗഫീഖ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് മറ്റുള്ളവർ വാസനിക്കുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒരൊറ്റ ആയത്തിൽ തന്നെ ഏറ്റവും നല്ല സൗന്ദര്യം അല്ലാഹു തആല പഠിപ്പിച്ചു. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഒന്നാമതായി ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച സ്വീകരിക്കണം. പുറത്തു കൊടുക്കാൻ കഴിയണം, മാപ്പ് കൊടുക്കാൻ കഴിയണം. കഴിയോ നമുക്ക് സഹോദരങ്ങളെ? അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. ഇപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് വിലയിരുത്തി നോക്കൂ സ്വന്തത്തിലേക്ക്. എത്ര അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക്, നമ്മളിലേക്ക് അടുക്കരുത്, കാണരുത്, ഒരിക്കലും അവർക്ക് മാപ്പ് കൊടുക്കരുത് എന്ന് ചിന്തിക്കുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മളെ മുന്നിൽ. അവർ കാര്യമായിട്ട് വലിയ കനപ്പെട്ട, ഒരിക്കലും മാപ്പർഹിക്കാൻ പറ്റാത്ത അത്രയും ഗൗരവമുള്ള വിഷയങ്ങൾ ചെയ്തിട്ടാ? അല്ല, ഒന്നുമല്ല. ഒരു പക്ഷെ നമ്മളോട് നിസ്സഹകരണം കാണിച്ചു. അങ്ങനെയാണ് അയാൾക്ക് തോന്നിയത്. അപ്പൊ നമ്മളെ ഭാഷ എന്താ? നമ്മളും നിസ്സഹകരണം കാണിക്കണം. അങ്ങനല്ലേ നമുക്ക് മനസ്സിലാണ്ടത്? നമ്മൾ വിളിച്ചിട്ട് അയാൾ വന്നില്ല, തിരിച്ച് നമുക്ക് തോന്നണം എന്താ? അയാൾ വിളിച്ചാൽ നമ്മൾ പോവില്ല. അങ്ങനെ ആകുമ്പോ തിരുത്താൻ കഴിയോ? അങ്ങനെ ആകുമ്പോ നന്നാക്കാൻ കഴിയോ? അങ്ങനെ ആകുമ്പോ നല്ല സ്വഭാവങ്ങൾ നമ്മിൽ നിന്ന് വരുമോ? നിങ്ങൾ നോക്ക്, കിട്ടേണ്ട വിഷയങ്ങൾക്ക്, അവകാശങ്ങൾക്ക് വേണ്ടി തന്നെ അധികം സംസാരിച്ചു വന്ന ആളുകളെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരുത്തിയത് നല്ല സ്വഭാവത്തിലൂടെയാ. തങ്ങൾ തിരുത്തിയത് നല്ല സ്വഭാവത്തിലൂടെ. ആ നല്ല സ്വഭാവം കാണിച്ചു കൊടുത്തപ്പോൾ അവരുടെ മനസ്സും ഭാഷയും സ്വഭാവവും മുഴുവനും നന്നായി തീർന്നു. വിശുദ്ധ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് ആ തരത്തിലുള്ള വിട്ടുവീഴ്ചയാണ്. ഇന്നൊരു വീട്ടിൽ തന്നെ 4 മക്കളുണ്ട്, ഒരു ബാപ്പക്ക്, അല്ലെങ്കിൽ 5 മക്കളുണ്ട്. 5 പേരും തമ്മിൽ സ്വരച്ചേർച്ചയില്ല. എന്താ കാരണം? ഓരോരുത്തരെ പറ്റിയുള്ള പരാതിയാണ്. അത് മൂത്താളല്ലേ? മൂത്താളൊക്കെ തന്നെയാണ്. പക്ഷെ ആള് നമ്മോട് ഒരു സഹകരണവും ഇല്ല. അയാളെ കയ്യിൽ അല്പം കാശുണ്ടായപ്പോ നീ ചോദിച്ചപ്പോ തന്നില്ല. വേറെ എന്തോ ലക്ഷ്യത്തിന് വേണ്ടി എടുത്തു വെച്ചതേ. പക്ഷെ നമ്മളെ മനസ്സിൽ ആ കറ വീണു. തന്നില്ല എന്നുള്ള കറ. നമ്മളെ കയ്യിൽ അല്പം കാശുണ്ടായപ്പോ ഒരു ആവശ്യത്തിന് വേണ്ടി സ്വന്തം രക്തത്തിൽപ്പെട്ട ജേട്ടൻ പരിഗണിക്കേണ്ട, ഉപ്പയെ പോലെ പരിഗണിക്കേണ്ട, ഉപ്പയില്ലാത്ത കാലത്ത് മുന്നോട്ട് വെക്കേണ്ട ജേട്ടൻ ചോദിച്ചു കുറച്ച് കാശ് തരൂ. അപ്പൊ നമ്മളെ പെരുമാറ്റം എങ്ങനെയാണെന്നറിയാം? സൂറത്തുൽ കഹ്ഫിലൂടെ 2 ആൾക്കാര്, സമ്പത്തുള്ള ആൾ ഇല്ലാത്ത ആളെ അല്ലാഹു പഠിപ്പിക്കുന്നില്ലേ? സഹോദരങ്ങൾ. അവരെ പോലെ പെരുമാറിയിട്ട് നമ്മൾ പറഞ്ഞു, നിനക്കുണ്ടായിരുന്നല്ലോ സ്വത്ത്, നീ അതെന്ത് ചെയ്ത്? ഞാനത് അങ്ങനെ ഇങ്ങനെ നീക്കിയപ്പോ എനിക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങൾ വന്നു. അത് സഹിച്ചേക്ക്, ക്ഷമിച്ചേക്ക്, അല്ലാഹു തആല തരും. അതുവരെ നീ സുബ്ർ ചെയ്ത് അങ്ങനെ നടന്നോ? ഞാനതല്ല ചോദിച്ചത്, നിന്റെ കയ്യിൽ നിന്ന് വല്ലതും തരൂ. അപ്പൊ തരാൻ പറ്റൂല എന്ന് മുറിച്ചു പറയാൻ ഒരു ബന്ധത്തിന്റെ ഒരു ചെറിയ ഒരു കഷ്ണുള്ളത് കൊണ്ട് തരാൻ പറ്റൂല എന്ന് പറയുന്നില്ല. പക്ഷെ ഒഴിഞ്ഞു മാറുന്ന സ്വഭാവമാണ് നോക്കുന്നത്. കാരണം ഉള്ളിൽ മന്ത്രിക്കുന്നത് 10 കൊല്ലം മുമ്പ് ഞാനൊന്ന് ചോദിച്ചപ്പോ അന്ന് ഇഷ്ടം പോലെ കയ്യിലുണ്ടായപ്പോ എനിക്കൊരു 10,000 രൂപ നിന്ന് സഹായിച്ചില്ലല്ലോ. എന്നിട്ട് പതുക്കെ അത് നാവോണ്ട് പറയല്ലോ, ഉള്ളിൽ മന്ത്രിക്കാണ്. ഇപ്പൊ ഇങ്ങനെ ആവശ്യമായിട്ട് വന്നിരിക്കാണല്ലേ. ആരോടാ ഇത് പറയുന്നത്? സ്വന്തം കൂടപ്പറപ്പിനോട്. തരാത്തവർക്ക് തിരിച്ചു കൊടുത്തിട്ട് അവർക്ക് ശരിയായ നിലക്കുള്ള സമീപനം കാണിച്ചു കൊടുത്ത നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അന്നം കൊടുക്കാതെ തങ്ങളെ പട്ടിണിക്കിട്ട മക്കയിലെ നേതാക്കൾ, ഭക്ഷണം കൊടുക്കാതെ തങ്ങളെ ശൈബ് അബീ ത്വാലിബിലേക്ക് നയിച്ചു. പച്ചില ഭക്ഷിച്ച് നബിതങ്ങളും സഹാബത്തും കഴിഞ്ഞുകൂടി. സഹാബത്ത് പറഞ്ഞില്ലേ ഹദീസിൽ, ആടുകൾ കാട്ടിക്കും
പോലെ ഞങ്ങളിൽ പലരും കാട്ടിച്ചിരുന്നു. അത്തരത്തിലുള്ള മക്കയിൽപ്പെട്ട നേതാക്കൾക്ക് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ അവിടേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ മുടക്കിയപ്പോൾ കുറച്ചവര് സഹിച്ചോട്ടെ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ശിഷ്യനെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഭക്ഷണം മനുഷ്യന്റെ അവകാശമാണ്, അത് തടഞ്ഞു വെക്കാൻ പാടില്ല. അത് മതത്തിന്റെ മേൽവിലാസം നോക്കി കൊടുക്കേണ്ട ഒരു സംഗതിയല്ല. ഭക്ഷണം കൊടുക്കുന്നത് യജമാനനായ ഖാലിഖായ റബ്ബാണ്. അതുകൊണ്ട് അന്നം മുടക്കരുത്, കൊടുത്തേച്ചേക്കണം. എന്നാ പിന്നെ നമുക്ക് കുറെ അവര് നമ്മളെ കുറെ ബഹിഷ്കരിച്ചില്ലേ, കുറച്ചവരും അനുഭവിച്ചോട്ടെ എന്ന തിയറിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത്. സഹോദരങ്ങളെ, വിട്ടുവീഴ്ചക്ക് നമുക്ക് കഴിയണം. ഉപ്പമാരോട് ഞാൻ പറയട്ടെ, മക്കളോട് വിട്ടുവീഴ്ച കാണിക്കണം. അവരിൽ നിന്ന് ഒരു പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്ത സംഗതികൾ ബുദ്ധിക്കുറവ് കൊണ്ടോ കൂട്ടുകാരോടുള്ള കൂടുതൽ സമ്പർക്കങ്ങളെ കൊണ്ടോ ബാപ്പക്ക് ഉമ്മക്ക് എതിരായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചെങ്കിൽ അവര് നല്ലവരാകണം എന്നാണോ ലക്ഷ്യം വെക്കുന്നത്? വിട്ടുവീഴ്ച നൽകണേ. നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വിട്ടുവീഴ്ച നൽകിയിട്ട് മക്കളെ നന്നാക്കിയതുപോലെ ജേട്ടന്മാരോട് യൂസുഫ് നബി അലൈഹിസ്സലാം വിട്ടുവീഴ്ച നൽകിയിട്ട് ജേട്ടന്മാരോടുള്ള ബന്ധം സ്വീകരിച്ചതുപോലെ സ്വന്തം ബാപ്പന്റെ ഉമ്മന്റെ രക്തത്തിൽ പിറന്ന സഹോദരങ്ങൾ സഹോദരിമാർ ഇന്നും അവരുമായി നിങ്ങളെ മനസ്സിൽ വല്ല അല്ലലും മലട്ടലുമുണ്ടോ? ഞാനൊന്ന് പറയട്ടെ, വിട്ടുവീഴ്ച ചെയ്തിട്ട് നന്നാകണം. ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറില്ല എന്നാണോ നിശ്ചയിച്ച് തീരുമാനിച്ചിരിക്കുന്നത്? നമ്മളാണ് സഹോദരങ്ങളെ ഏറ്റവും ലോക്കൽ മുസ്ലിം എന്ന് പറയുന്നത്. ആ മാർഗത്തിൽ നിന്ന് വിട്ടുവീഴ്ചക്ക് ഉസ്താദേ ആയത്തോതണ്ട, അതിന് ഹദീസോതണ്ട, നമ്മളെ മനസ്സതിൽ നിന്ന് മാറിക്കിട്ടൂല എന്നാണോ പറയുന്നത്? സ്വന്തം കുടുംബക്കാരിയേറെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് എത്ര ആളുകളാണ് വിട്ടുവീഴ്ച ചെയ്തിട്ട് അവരോട് മാപ്പ് നൽകിയത്? എന്തിന്? അവരും നന്നാകണം. നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നതോടുകൂടി അവരും നന്നാകണം. അവരെ ഇസ്ലാമും മെച്ചപ്പെട്ടു വരണം. മാപ്പ് കൊടുക്കുക അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമല്ലേ മാപ്പ്. റമളാനായ നമ്മളൊക്കെ ദ്വാരക്കും. ചിലപ്പം ചിലരെ കണ്ണീരൊക്കെ ഉറ്റിയിട്ട് മുസല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇത്രയും ദ്വാരക്ക് 100 വട്ടോ 1000 വട്ടോ ആളെ വിളിച്ചിട്ട് നിന്റെ സഹോദരനൊന്ന് മാപ്പ് കൊടുക്കാൻ കഴിയും? ഞാൻ ഇപ്പൊ അള്ളാഹിനോട് ചോദിക്കുന്നത്. അല്ല, അള്ളൊക്കെ മാപ്പ് വരും, അള്ളൊക്കെ പുറത്തു തരും. സ്വന്തം സഹോദരനോട് അതിവിടെ പറഞ്ഞിട്ടില്ല. അത് പിന്നെ എങ്ങനെ കിട്ടുന്ന മാപ്പ്? നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു, പഠിച്ചാരെ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നീ വല്ലാതെ അഫു ഇഷ്ടപ്പെടുന്ന ആളാണ്. അള്ളാഹ് വല്ലാതെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അത് ശരി, വൺവേ ആണോ? പഠിച്ചത് നിനക്ക് അഫു വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് നീ എനിക്കൊക്കെ മാപ്പ് കൊണ്ടാ പുറത്തു കൊണ്ടാ. അല്ലാഹു തആല തിരിച്ചൊരു ചോദ്യം, ഞാൻ അഫു ഒക്കെ ഇഷ്ടപ്പെടുന്നു, ഞാൻ നിനക്ക് പുറത്തു തരാനും ഇഷ്ടപ്പെടുന്നുണ്ട്, നീ ഒന്ന് വിട്ടുകൊടുക്കോ? ഒന്ന് മാപ്പ് ചെയ്യോ? അപ്പുറത്തും ഒന്ന് പുറത്തു കൊടുക്കോ? തയ്യാറുണ്ടോ? അത് കുറച്ച് പ്രയാസമാണ്. അതെന്താ പ്രയാസം? അത് ആ പെങ്ങൾ ആ സഹോദരി കല്യാണത്തിന് വിളിച്ചിട്ട് വന്നില്ല. എന്തേ വരാതിരുന്നത്? എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞു മാറി. എന്നാ നിങ്ങളത് പുറത്തു കൊടുത്തേക്ക്. അടുത്ത മാസം അവരെ അവിടെ കല്യാണം 2 ദിവസം മുമ്പ് തന്നെ പോയി നിങ്ങൾ സഹകരിച്ചോളൂ. 2 ദിവസം മുമ്പോ ഇങ്ങോട്ട് വരാത്ത വീട്ടിലേക്കോ? അന്യന്റെ വീടല്ല, സ്വന്തം സഹോദരിയുടെ വീടാണ്. അന്ന് പകല് ആൾക്കാരൊക്കെ പോകുന്ന കൂട്ടത്തിൽ നിന്ന് പോയി ഭക്ഷണം കഴിച്ച് വരിക എന്നല്ലാതെ. അതാ നമ്മളെ മനസ്സ് ചുരുങ്ങി ഒന്നുടുങ്ങി. മനസ്സ് വിശാലമാകണം, പുറത്തു കൊടുക്കാൻ കഴിയണം. ഔലിയാക്കള് എത്രയും ഖനപ്പെട്ട വിഷയങ്ങൾ പുറത്തു കൊടുത്ത് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ആ വഴി സ്വീകരിക്കാനാണ്.
ഞാൻ എന്റെ ഉപ്പമാരോട് ഉമ്മമാരോടൊക്കെ പറയട്ടെ, മക്കൾ നന്നാകാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വടിയതാണ്. ദുസ്വഭാവങ്ങൾ വന്നാൽ അവരെ വിട്ടുവീഴ്ച ചെയ്തിട്ട് നന്നാക്കണം. നല്ല നിലക്ക് അവരെ കൂടെ നിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ശാപത്തിന്റെ വർഷങ്ങൾ നൽകിയിട്ട് അവരെ പിഴുതെറിയാൻ പാടില്ല. നീ നിന്റെ വഴിക്ക് പോയി ജീവിച്ചോ എന്ന് പറഞ്ഞ് ആട്ടാൻ പാടില്ല. എത്ര വലിയ വിഷമം സഹിച്ചു നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം 10 മക്കളെ കൊണ്ട് നല്ല ആരോഗ്യമുള്ള 10 മക്കളെ കൊണ്ട് എത്ര വിഷമമാണ് സഹിച്ചത്. ഒരിക്കൽ പോലും അവരെ പഴിച്ചിട്ടില്ല. മക്കള് വന്ന് പരമ്പരയായി കളവ് പറഞ്ഞപ്പോഴും മഹാനവറുകളുടെ ഭാഷ സബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങളാ പറഞ്ഞതിനൊക്കെ എനിക്ക് മറുപടി പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, നല്ല ക്ഷമയാണ്. നിങ്ങൾ പറഞ്ഞതിന് മുഴുവനും ഞാൻ അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കുകയാണ്. സഹായം ചോദിക്കുന്നത് അള്ളാഹുവിനോടാണ്. വീട്ടിന്റെ പടിക്ക് പുറത്താക്കിയിട്ടില്ല എന്നൊന്നും പറഞ്ഞവരെ മനസ്സ് വിഷമിപ്പിച്ചിട്ടില്ല. അവരോടൊപ്പം തന്നെയാണ് ജീവിക്കുന്നത്. 10-80 കൊല്ലത്തോളം സഹിച്ചിട്ട് സഹനത്തിന്റെ മാർഗം സ്വീകരിച്ച്, ക്ഷമയുടെ മാർഗം സ്വീകരിച്ച് വീണ്ടും ആ മക്കളോട് പറയുന്നു, യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീ വലാ തയഅസൂ മിൻ റൗഹില്ലാഹ്. മക്കളോട് ചൊടിച്ചു നിൽക്കുന്ന ഉപ്പമാരോട് പറയട്ടെ, ഉമ്മമാരോട് പറയട്ടെ, സ്നേഹമസൃണമായ വിട്ടുവീഴ്ച മനോഭാവം നൽകിയിട്ട് അവരെ നന്നാക്കി കൂടെ ചേർത്ത് പിടിക്കണം. അവരുടെ ദുസ്വഭാവങ്ങൾ നിങ്ങൾ പുറത്ത് പബ്ലിസിറ്റി ചെയ്യരുത്. നമ്മളെ മക്കളാണ്, അവർ നന്നായി കിട്ടണം. ക്ഷമയോടെ വിട്ടുവീഴ്ചയോടെയുള്ള പെരുമാറ്റം കൊടുക്കണം. എന്നിട്ട് അവർ നന്നാകാൻ അള്ളാഹുവിനോട് ദ്വാരക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചതുപോലെയൊന്നും നമ്മൾ സഹിച്ചിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മകനെ തന്റെ ചാരത്ത് നിന്ന് അടർത്തി കൊടുത്തു കൊണ്ടുപോയി. എത്ര വലിയ വിഷമമാണ് ആ ഉപ്പാക്ക മക്കൾ സൃഷ്ടിച്ചത്. നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടിയെ സഹോദരങ്ങൾ അങ്ങനെ കൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? നാട് കടത്തി വിട്ട് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് കടത്തി കൊണ്ടുപോയിട്ടുണ്ടോ? തിരിച്ചു വരാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു പ്രതലത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. എന്തോ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി മനസ്സും ശരീരവും അകന്നു നിൽക്കുന്നു. അകലാൻ പറ്റൂല. ഒരുമിച്ച് കഴിയണം. നല്ല സ്നേഹത്തോടെ സ്വഭാവത്തോടെ വർത്തിക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാം ഇതൊക്കെ ചെയ്ത മക്കളെ വീട്ടിൽ താമസിപ്പിച്ചിട്ടും അവരോട് പറയുന്നു, നിങ്ങൾ പോയി തെരഞ്ഞു നോക്കണം. യൂസുഫ് നബിയെയും സഹോദരനെയും പോയി ഒന്ന് അന്വേഷിക്കണം. എവിടെയെങ്കിലും കണ്ടെത്താതിരിക്കൂല. നിരാശപ്പെട്ടു പോകരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിയരുത്. ആ മക്കള് സന്തോഷത്തോടെ പോകുന്നു. മക്കൾ ആദ്യമായിട്ട് മിസ്റിലേക്ക് പോകുമ്പോഴേ സ്നേഹത്തോടെ ആ ബാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് എന്റെ മോനെ ചെയ്ത മക്കളല്ലേ, ഇനിയിപ്പോ ഇവരങ്ങ് പോയി നിറ്റൊന്നും വരാനല്ല. റേഷൻ സ്വീകരിക്കാൻ വേണ്ടി മിസ്റിലേക്ക് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന മക്കളോട് ബാപ്പ പറഞ്ഞ സ്നേഹത്തിന്റെ വാക്കെന്നാണ് 10 മക്കളോടും, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. നിങ്ങളെ കണ്ടാലോ ഒരു ബാപ്പന്റെ മക്കളാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഒരേ ഗേറ്റിലൂടെ കടക്കരുത്. 2-3 കവാടങ്ങൾ ഉണ്ടാകുമല്ലോ, മാറി അതിലൂടെ ഒക്കെ കടക്കണം. എന്താണ് ആ ഒരു സ്നേഹത്തിന്റെ ഭാഷ നമ്മൾ ആലോചിച്ചു. എപ്പോഴാണെന്ന് പറയുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം തിരിച്ച് യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കണ്ട ശേഷമല്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെ വർഷങ്ങളോളം കഥന കണ്ണീരൊഴുക്കിയ ശേഷവും വീട്ടിലിരിക്കുന്ന മക്കളോട് സ്നേഹത്തിന്റെ വായ്പകളൊന്നും കുറയാതെയുള്ള ഭാഷ. നിങ്ങൾ എല്ലാവരും മിസ്റിലേക്ക് പോവുകയാണ് റേഷൻ സ്വീകരിക്കാൻ. എന്നാലും മക്കളെ എല്ലാവരും കൂടി ഓരോ ഗേറ്റിലൂടെ പ്രവേശിക്കുക.
ഉപദേശിക്കരുത്. കണ്ടാൽ എല്ലാവരും ഒരു ഉപ്പയുടെ മക്കളാണ് തോന്നും. ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് ഒരു വീട്ടിൽ തന്നെ എല്ലാവരും കൂടി വന്നിരിക്കാന്ന് നിങ്ങൾക്കെതിരെ കണ്ണെറിയരുത്. നാവ് കൊണ്ട് പറഞ്ഞിട്ട് കണ്ണുകൊണ്ട് ഏറില്ലേ, അതെറിയരുത്. അതുകൊണ്ട് നിങ്ങൾ ആ മക്കളുടെ സ്നേഹാണത്. വ്യത്യസ്ത ഗേറ്റിലൂടെ ആ ഉപ്പാന മനസ്സിൽ നിന്ന് വന്നൊരു സ്നേഹം നോക്ക്. നിങ്ങൾ ഇനി പുറത്തിറങ്ങാൻ പാടില്ല എന്നല്ല. ഞങ്ങളൊന്ന് മിസ്റിലേക്ക് പോയിട്ട് ഭക്ഷണം കൊണ്ടുവരട്ടെ, നിങ്ങൾ എല്ലാവരും പൊയ്ക്കോളൂ. പോകുമ്പോ സ്നേഹത്തോടെ കൊടുക്കുന്ന വാക്ക് ഉപദേശം. അതാ മക്കളോട് ആ ഉപ്പയുടെ മനസ്സിലുള്ള സ്നേഹത്തെയാണ് അല്ലാഹു തആല അടയാളപ്പെടുത്തി തരുന്നത്. കറകളൊന്നുമില്ല യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ. ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഉപദേശം കൊടുക്കുവോ? ഏതായാലും യൂസുഫ് നബി പോയില്ല, ഇനി വരും പോയിക്കോട്ടെ, അത്ര വലുതൊന്നല്ലല്ലോ എന്നല്ല ചിന്തിക്ക. അല്ലല്ല, എന്റെ മക്കളാണ്. ഈ 10-11 ആളും എന്റെ മക്കളാണ്, എന്റെ കുട്ടികളാണ്. അവരൊക്കെ നന്നാകണം, നല്ലവരാകണം എന്ന ചിന്തയോടെ കൊടുക്കുന്ന ഉപദേശം. തിരിച്ചു വന്നപ്പോ വീണ്ടും നേരത്തെ ഉള്ളതിനേക്കാൾ ദുഃഖത്തിന്റെ മേൽ ദുഃഖം വന്നപ്പോഴും ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം പിടിവിട്ടിട്ടില്ല. എന്റെ മക്കളെ കയ്യിൽ നിന്ന് എന്തോ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ടും അപ്പോഴും മഹാനവറുകൾ പറയുന്നത് ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറൻ ഫസബ്റുൻ ജമീൽ അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. നിങ്ങളെ മനസ്സിൽ എന്തോ തോന്നി, അത് നിങ്ങൾ അങ്ങോട്ട് ചെയ്തു. എന്നിട്ട് എന്നോട് വന്നിട്ട് നിങ്ങൾ പറയാണല്ലേ, ശരി ഞാൻ ക്ഷമിച്ചോളാം. നേരത്തെയും ഞാൻ ക്ഷമിച്ചതല്ലേ, ഞാൻ ക്ഷമിച്ചോളാം. ഉപ്പമാരോട് പറയട്ടെ, അത്തരത്തിലുള്ള ഒരു കഥന കണ്ണീര് നമ്മുടെ സമൂഹത്തിലെ ബാപ്പയും ഉമ്മയൊന്നും കുടിച്ചിട്ടില്ല. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി തെറ്റിക്കഴിയുന്ന ബാപ്പമാരോടും ഉമ്മമാരോടും പറയട്ടെ, സ്നേഹത്തിന്റെ ഈമാനിന്റെ കണിക ബാക്കിയുണ്ടെങ്കിൽ നന്നാകണം. മക്കളോട് നന്നാകണം. ഒന്നാമത്തെ സൊഫിൽ ഇമാമിന്റെ ബാക്കിലായിരിക്കും നിസ്കരിക്കാൻ നിൽക്കുക. ജമാഅത്തിൽ നിസ്കാരൊക്കെ കറക്റ്റാണ്. റവാത്തിബ് 4 ആണെങ്കിൽ 4 നിസ്കരിക്കും. ഇത്ര 11 നിസ്കരിക്കും. ദുഹാ 8 നിസ്കരിക്കും. അവ്വാബീനും നിസ്കരിക്കും. തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കും. മക്കളോട് എല്ലാരോടും ബൈൻ എല്ലാരോടും ഇവിടെ പറഞ്ഞു. ഒരൊറ്റ കുട്ടിയോടും ഒരു സ്നേഹപരമായ കണക്ഷൻ ഇല്ല, ആത്മപരമായ ബന്ധമില്ല, സ്നേഹപ്പെരുമാറ്റമില്ല. ഈ നിസ്കാരത്തിനേക്കാളും കൂടുതൽ, ഈ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും കൂടുതൽ നാളെ മീസാനിൽ കളം തൂങ്ങുന്നത് സ്നേഹമുള്ള സ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഖലു മാ യുളഉ ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന സംഗതി ഹുസ്നുൽ ഖുലുഖി, സ്നേഹമസർണമായ സ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിക്കണം നമ്മൾ.